എടവനക്കാട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വേലിയേറ്റ് വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വീരൻ പുഴയുടെ അമിതമായ എക്കൽ ശേഖരം കോരിമാറ്റി പുഴയുടെ ആഴം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എടവനക്കാട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ 2025 മെയ് 11 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് എടവനക്കാട് വാച്ചാക്കൽ കിഴക്ക് കടത്തുകടവിന് അടുത്ത് പ്രതീകാത്മകമായ എക്കൽ വാര സമരം സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായി പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ രക്ഷാധികാരി ടി.എ. ജോസഫ്, കൺവീനർ സാബു PB, SY സംജാദ്, ട്രഷറർ സലി, ഹരീസിൽ മുക്കത്ത്, യൂസഫ് കളപ്പരിക്കൽ, അജിത് കുമാർ, വാർഡ് മെമ്പർ ബിനോയ് NA തുടങ്ങിയവർ പങ്കെടുത്തു. അടിസ്ഥാനമായിട്ട് CRZ തീരപരിപാലന നിയമങ്ങൾ കേരളത്തിലും നടപ്പിലാക്കുകയുണ്ടായി. 1991 ഇത് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമായിട്ട് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ അന്ന് തുടങ്ങി വേലിയേറ്റ് രേഖ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ കേരളത്തിലൊക്കെ ഉപ്പുവെള്ളത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയൊക്കെ വേലിയേറ്റ് രേഖ വരച്ചുകൊണ്ട്, അതായത് പൊക്കാളിപ്പാടം, തോട്, പുഴ, ചെമ്മീൻകെട്ടുകൾ, കായൽ, കടൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേലിയേറ്റ് രേഖ വരച്ചു. അപ്പൊ അവിടെ നിന്ന് 100 മീറ്ററും 50 മീറ്ററും ഒക്കെ ദൂരം അളന്നുകൊണ്ട് മാത്രമേ നമുക്ക് വീട് നിർമ്മാണത്തിന് അനുമതി കൊടുക്കാൻ കഴിയൂ എന്നുള്ള നിയമത്തിന്റെ 2011 വെർഷനാണ് ഇത്രയും കാലം ഈ കഴിഞ്ഞ 2024 ഡിസംബർ മാസം വരെ നമ്മൾ പ്രായോഗികമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പോ ഈ 2011 നിയമം മാപ്പ് വരച്ച് ഇവിടെ നടപ്പിലാക്കാൻ തുടങ്ങിയതിന് ശേഷം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ് ഇത് ഇറക്കുന്നത്. അവര് 2019 ഒരു പുതിയ പൂർണ്ണ വിജ്ഞാപനം ഇറക്കുകയുണ്ടായി. അതിൽ നിരവധി ഇളവുകൾ, ഇപ്പൊ ദ്വീപുകളെ സംബന്ധിച്ച് 50 മീറ്റർ എന്നുള്ളത് 20 മീറ്റർ ആക്കണം എന്നുള്ള പല ഇളവുകളും, അതുകൂടാതെ തന്നെ ഈ CRZ മേഖലയിലാണെങ്കിൽ പോലും തദ്ദേശവാസികൾക്ക് വീട് നിർമ്മാണത്തിനും പുനർനിർമ്മാണത്തിനും അനുമതി നൽകാൻ കഴിയുന്ന പ്രത്യേക കാര്യങ്ങളൊക്കെ എഴുതി ചേർത്തിട്ടുള്ള 19 നിയമം. പക്ഷെ അതിലൊരു കണ്ടീഷൻ വെച്ചത് നിങ്ങളൊരു മാപ്പ് വരക്കണം. 19 നിയമത്തിന് വിജ്ഞാപനത്തിന് അനുസൃതമായിട്ടൊരു മാപ്പ് തയ്യാറാക്കി കേന്ദ്രത്തിന് അയച്ചു കൊടുത്താൽ മാത്രമേ അതിന് അനുമതി ലഭിക്കൂ. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഇളവുകളെല്ലാം ഉപയോഗിക്കാം. പക്ഷെ 19 വന്ന നിയമത്തിന്റെ മാപ്പ് നിർമ്മാണം ഒരു വലിയൊരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ 2020 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഒരു പ്രത്യേക ഭേദഗതിയുടെ കാര്യമാണ്. ഞാൻ കുറച്ച് നാളായിട്ട് നമ്മുടെ എടവനക്കാടും മറ്റുമായിട്ട് സമരങ്ങൾ നിരവധി നടന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രത്യേക ഭേദഗതി പറഞ്ഞിരിക്കുന്നത്, ആ ഭേദഗതിയുടെ നമ്പർ ഞാൻ പറയാം, SO 1422E. ഞാൻ സ്പെസിഫിക്കലി എഴുതിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ കേസ് അല്ലെങ്കിൽ if there exists a bund or sluice gate constructed in the past prior to 1991, the STL shall be restricted up to the line along the bund or the sluice gate. ഇത് വളരെ കൃത്യമാണ്. ഇതിൽ ഈ സംശയം ജനിക്കേണ്ട യാതൊരു കാര്യമില്ല. അതിൽ ആദ്യമേ പറയുന്നത് 2011 നിയമത്തിന്റെ നിലവിലിരിക്കുന്ന 2011 നിയമത്തിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ വേലിയേറ്റ് രേഖയെ നിർവചിക്കുന്ന ഭാഗത്ത് വരുത്തേണ്ട തിരുത്താണ് ഈ ഭേദഗതി എന്നാണ്. വളരെ കൃത്യമാണ് അതിൽ. അപ്പൊ ഇഫ് ദർ ഇസ് എ ബണ്ട് ഓർ സ്ലൂയിസ് ഗേറ്റ് കൺസ്ട്രക്ടിംഗ് പാസ്റ്റ് 1991 അവർ ഉദ്ദേശിക്കുന്നത് ഈ നിയമം പുറത്തിറങ്ങിയ ആദ്യത്തെ വെർഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. 91 മുമ്പ് സ്ഥാപിക്കപ്പെട്ട ബണ്ടുകളാണ് ഈ പുഴയോരത്തും നമ്മുടെ തോടുകളുടെയൊക്കെ പരമ്പത്തുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെള്ളം വേലിയേറ്റം സംഭവിക്കുന്ന ആ തൂമ്പിൽ നിന്നാണ്, അല്ലെങ്കിൽ സ്ലൂയിസ് ഗേറ്റിൽ നിന്നാണ്. അപ്പൊ അതിനോട് ചേർന്നുള്ള ബണ്ടുകളാണ് വേലിയേറ്റ രേഖയായിട്ട് നിജപ്പെടുത്തേണ്ടതെന്നും അതിന് അനുസരിച്ച് അവിടെ നിന്നുള്ള ദൂരം ഇപ്പൊ 50 മീറ്റർ 2011 പ്രകാരം ദ്വീപുകൾക്ക് 50 മീറ്റർ ആണെങ്കിൽ അവിടെ നിന്ന് ഡിസ്റ്റൻസ് അളന്നുകൊണ്ട് എല്ലാവർക്കും വീട് വെക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോ ഈ പുഴയുടെ ഏറ്റവും അടുത്ത് താമസിക്കുന്നവരൊഴികെ അടുത്തുള്ള മൺതിട്ടകളിൽ താമസിക്കുന്ന ഭൂരിഭാഗം വരുന്ന കർഷക തൊഴിലാളികൾ, മറ്റു പിന്നോക്കക്കാരായിട്ടുള്ള ആൾക്കാർ, സാമ്പത്തികമായിട്ട് താഴെയുള്ള ദരിദ്ര വിഭാഗങ്ങൾ കൂടുതൽ താമസിക്കുന്ന ഈ തോടുകളുടെയും ചെമ്മീൻകെട്ടുകളുടെയും കൃഷിപ്പാടങ്ങളുടെയും അടുത്താണ്. അപ്പൊ അവർക്കൊക്കെ ഇഷ്ടംപോലെ ഏറ്റവും എളുപ്പമായിട്ട് പെർമിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു നിയമത്തിന്റെ ഭേദഗതിയാണ് 2020 മെയ് 1 വന്നത്. അപ്പൊ പല ആളുകളും ചോദിച്ചത് 19 നിയമം നടപ്പാകാതെ നമ്മൾ 20 എങ്ങനെ നടത്തുമെന്ന് ചോദിച്ച ആളുകളുണ്ട്. അപ്പൊ അത് 20 കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് 11 നിയമത്തിൽ CRZ വേലിയേറ്റ് രേഖ മാറ്റിവരക്കാനാണ് അവരത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ കേരള സർക്കാർ 2011 ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചു, ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വെച്ചു. 5 പേരടങ്ങുന്ന ഡോക്ടർമാരുടെ ഒരു സംഘം വരാപ്പുഴ, കോട്ടപ്പള്ളി, പറവൂർ ഭാഗങ്ങളിലൊക്കെ വളരെയധികം കൃത്യമായിട്ടുള്ള റിസർച്ച് നടത്തിയിട്ട് 2021 സെപ്റ്റംബർ മാസത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. അവരതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ഈ ഗസറ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ 2020 മെയ് 5 പ്രസിദ്ധീകരിച്ച ഈ ഗസറ്റിൽ പറഞ്ഞിരിക്കുന്ന ഭേദഗതി പ്രകാരം 2011 മാപ്പിൽ ഇളവ് ചെയ്തുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഉള്ള ഈ പൊക്കാളിപ്പാടങ്ങളുടെ അടുത്ത് കിടക്കുന്നവരുടെ പാർപ്പിട പ്രശ്നം തീർക്കണമെന്ന് എഴുതിയ ഒരു റിപ്പോർട്ട്, അതിന്റെ 2 കോപ്പി വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം.
അത് കൈപ്പാട് അല്ലെങ്കിൽ പൊക്കാട് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് കാണുന്നുണ്ട് 2021 സെപ്റ്റംബർ മാസത്തിൽ. അതിൽ ഇതിന്റെ നേതൃത്വം കൊടുത്തവരൊക്കെ വലിയ വലിയ ആളുകളാണ്, ഡോക്ടർമാരാണ്, എക്സ്പേർട്സ് ആണ്. അപ്പൊ അത് ഇവിടെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് പ്രത്യേക അതിന് ഒരു ആക്ഷൻ ഒന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇവരെന്ത് ചെയ്തു? 2019 മാപ്പ് വരക്കാൻ വേണ്ടി ശ്രമം നടത്തി 2023 ജൂൺ മാസത്തിൽ അവര് ഇത് പ്രസിദ്ധീകരിക്കുകയും പബ്ലിക് ഹിയറിംഗിന് വേണ്ടി അനൗൺസ്മെന്റ് നടത്തുകയും ചെയ്തു. ഈ CRZ നിയമം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലെ കേന്ദ്രം ഇറക്കാറുള്ളൂ, അതിന്റെ മലയാളം വെർഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവര് 1 മാസത്തെ സമയം കൊടുത്തു ജനങ്ങൾക്ക്. ഈ തോട്ടും പക്കത്തും ഈ കൃഷിപ്പാടങ്ങളുടെ കരിയിൽ കിടക്കുന്ന പാവപ്പെട്ട ആളുകൾ ഈ നിയമം വായിച്ചിട്ട്, ഇങ്ങനെയാണ് നിയമം വരുന്നത്, ആദ്യം ഹിന്ദിയിലായിരിക്കും, പിന്നെ ഒരു 36 പേജ് ഇംഗ്ലീഷിലായിരിക്കും. ഇത് വായിച്ചിട്ട് നിങ്ങൾ ഇതിന് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് മലയാളത്തിലൊരു വെർഷൻ പോലും ഇറക്കാതെ നിങ്ങൾ പരാതി കൊടുക്കും, 1 മാസം ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ട് ഓപ്ഷൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിട്ട് ഇടവനക്കാട്ടുകാർ വളരെയധികം കഷ്ടപ്പെട്ട് ഇത് മനസ്സിലാക്കി ഒരുപാട് നിങ്ങൾ സഭകളൊക്കെ വിളിച്ചുകൂട്ടി ഇത് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. പരാതികൾ നിരവധി കൊടുത്തു, 500ഓളം പരാതികൾ ഞങ്ങൾ തന്നെ കൊടുത്തു, MLA ഇടപെട്ട് നിരവധി പരാതികൾ കൊടുത്തു. അങ്ങനെ 2023 ജൂൺ മാസത്തിലെ പബ്ലിക് ഹിയറിംഗ് കഴിഞ്ഞപ്പോൾ 40,000 പരാതി രജിസ്റ്റർ ആയിട്ടുണ്ട് കേരളം ഒട്ട്. ഇത് ഇടവനക്കാരുടെ മാത്രം വിഷയമല്ല, കേരളത്തിലെ 10 ജില്ലകളെ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. പൊക്കാളിപ്പാടങ്ങളും കൈപ്പാടം എന്നൊക്കെ പറയുന്ന ഈ കൃഷിപ്പാടങ്ങളൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. അപ്പൊ അത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് കിട്ടേണ്ട കാര്യം 2020 ആ ഭേദഗതി വന്നതിന് ശേഷവും 2023 മാപ്പ് വരക്കണവരെ ഹോൾഡ് ചെയ്തു. അപ്പൊ അതിനുശേഷം ഇവിടെ ഇടവനക്കാടൊക്കെ വന്നിട്ട് ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് ഇത് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു, KCZMA തീരദേശ പരിപാലന അതോറിറ്റിയുടെ സ്റ്റാഫ് വന്ന് ഇത് പഠിച്ചു. അപ്പൊ അവര് ഞങ്ങൾക്ക് അഷ്യൂർ ചെയ്തത്, നിങ്ങൾ പേടിക്കേണ്ട, പുതിയ മാപ്പ് ജസ്റ്റ് നമ്മളിത് ഇമ്മീഡിയറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യും, ഇതിലെ എല്ലാ പബ്ലിക് ഹിയറിംഗിൽ കിട്ടിയേക്കുന്ന എല്ലാ ഇതും പരിഹരിച്ചിട്ട് ഞങ്ങൾ ഉടനെ നടപ്പാക്കുമെന്ന് പറഞ്ഞു. ഫൈനലി ഇത് കേന്ദ്രത്തിന് അയക്കുന്നത് 2024 ഓഗസ്റ്റ് മാസത്തിലാണ്. ഇവരുടെ ഫൈനൽ മാപ്പ് 19 മാപ്പ് വരച്ച് 2024 ഓഗസ്റ്റ് 31 കേന്ദ്രത്തിന് അയച്ചു. കേന്ദ്രം അത് ഒക്ടോബർ 16 ഏകദേശം 1.5 മാസം കൊടുത്തുകൊണ്ട് അവർ സൈൻ ചെയ്ത് ആസ് ഇറ്റ് ഈസ് റിട്ടേൺ ചെയ്തു. അപ്പൊ അതിന് അപ്രൂവൽ കൊടുത്തു എന്നാണ് സാരം. അതിനുശേഷം നമ്മുടെ ഗവൺമെന്റ്, കേരള തീരദേശ പരിപാലന അതോറിറ്റി അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം 5 പേജുള്ള ഈ 56 പേജിനെ ഒരു 5 പേജായിട്ട് ചുരുക്കിക്കൊണ്ട് ഒരു ചെറിയൊരു മാർഗരേഖകൾ ഇറക്കി. അതാണ് പഞ്ചായത്തുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പുതിയ മാപ്പ് വന്നപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള ധാരണയോട്ട് നമ്മൾ ഇരിക്കുകയാണ്. പെർമിറ്റ് ഇപ്പൊ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് പേരുടെ ഇതൊക്കെ സ്വപ്നങ്ങളൊക്കെ തകരുന്ന രീതിയിലാണ് ഇടവനക്കാടിന്റെ പഞ്ചായത്തിന്റെ മാപ്പ് വരച്ചിരിക്കുന്നത്. അതിൽ ചെറിയ 2 ഭാഗങ്ങൾ മാത്രം, അവിടത്തെ പൊക്കാളിപ്പാടവും ചെമ്മീക്കെട്ടും മാത്രം ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എല്ലാ പൊക്കാളിപ്പാടങ്ങളും എങ്ങനെ കിടന്നോ അതുകൊണ്ട് തന്നെ ഇട്ടുകൊണ്ട് ഒരു 80% ഏരിയ ആസിറ്റീസ് കിടക്കുന്ന രീതിയിലാണ് മാപ്പ് വരച്ചിരിക്കുന്നത്. അതായത് വേലിയേറ്റരെയൊക്കെ തൂമ്പിന്റെ അടുത്തോട്ട് അല്ലെ പുഴയുടെ ഭാഗത്തോട്ട് മാറ്റണം എന്നുള്ള ആ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല. ഇത് ഇന്ത്യ ഗവൺമെന്റ് ഇറക്കുന്ന ഗസറ്റ് ആണെങ്കിൽ ഇവിടത്തെ ഏതൊരു പാവപ്പെട്ടവരും ഇതിന്റെ അവകാശം നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തുകൾ ഞങ്ങൾ കയറി ഇറങ്ങുമ്പോൾ അവര് പറയുന്നത് കേരള തീരദേശ പരിപാലന അതോറിറ്റി ഞങ്ങൾക്ക് ഇത് മലയാളത്തിൽ എഴുതി അയച്ചാൽ മാത്രമേ പഞ്ചായത്തുകൾക്ക് നടപ്പാക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പൊ ഗസറ്റിനെ പോലും ഒരു വില കൊടുക്കാത്ത രീതിയിലാണ് ഇവിടെ നിയമങ്ങൾ നടപ്പാകുന്നത്. പക്ഷെ ഇത് ഒരു സമ്പന്നനായ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നിയമം എഴുതിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിന്റെ അടുത്ത ദിവസം അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ അധികം താമസിയാതെ തന്നെ നടപ്പിലാകുമായിരുന്നു. പക്ഷെ ഇത് അനുഭവിക്കുന്നവര് ഈ തോടിന്റെ അരികിലും പുഴയുടെ അരികിലും ചെമ്മീക്കെട്ടിന്റെ അരികിലും കിടക്കുന്ന ഏറ്റവും ദരിദ്ര വിഭാഗങ്ങൾ. ഇപ്പൊ എന്റെ പഞ്ചായത്തിൽ ഇടവനക്കാടിൽ 100-ലധികം വീടുകൾക്ക് അനുമതി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് PMAY പ്രോജക്റ്റിൽ. പക്ഷെ അവിടെ ഗുണഭോക്താക്കളില്ല. ആ പദ്ധതി അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. കാരണം എന്താ? ആളില്ല, എല്ലാവർക്കും CRS ഇട്ടാ. അപ്പൊ നിയമത്തിൽ പറയുന്ന ഈ മാർഗരേഖകൾ പാലിക്കാതെ നിയമം നടപ്പിലാക്കുന്നവര് അവർക്ക് തോന്നുന്ന രീതിയിൽ മാപ്പ് വരച്ചു എന്നാണ്. അപ്പൊ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ കയറിറങ്ങുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രവർത്തിച്ചു. ഇപ്പൊ ജനകീയ സമരസമിതിയുടെ കയറുപ്പിൽ നമ്മൾ വീണ്ടും അതിന്റെ സമരങ്ങൾ ഊർജ്ജപ്പെടുത്തുകയാണ്. പിന്നെ ഇതുകൂടാതെ ഈ മാപ്പ് വരച്ചിലുള്ള തെറ്റ് കൂടാതെ അതിന്റെ CRS 3 എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ A ഉണ്ട്, B ഉണ്ട്. കുഴുപ്പള്ളി പള്ളിപ്പുറം ഭാഗങ്ങള് എയിൽ പെടുന്നു, ഇടവനക്കാട് പഞ്ചായത്ത് ബിയിൽ പെടുന്നു. ബിയിലുള്ള റെസ്ട്രിക്ഷൻ കടലോരത്ത് 200 മീറ്ററും ബാക്കിയുള്ള ജലാശയങ്ങളുടെ അടുത്ത് നിന്ന് 50 മീറ്ററും എന്നാണ്. 20 മീറ്റർ എന്നുള്ള ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സമഗ്ര ദ്വീപ് വികസന പ്ലാൻ തയ്യാറാക്കിയേക്കണമെന്ന് പറയുന്നുണ്ട് കേന്ദ്രം. അത് ഇവിടെ തയ്യാറാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ നിരവധി ദ്വീപുകളുണ്ട്. ദ്വീപുകൾ കൊണ്ടിട്ടുള്ള സ്പെഷ്യൽ പ്ലാൻ ആണ് 20. അത് വന്നിട്ടുള്ളത് ജനസംഖ്യ അടിസ്ഥാനത്തിലല്ലേ ജനസംഖ്യ അടിസ്ഥാനത്തിലല്ലേ അത് ആ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്ന 2161 പെർ കിലോമീറ്റർ സ്ക്വയറിൽ. അത്ര ആളുണ്ടെങ്കിൽ 3A.
അതാണ് അതികുറവാണെങ്കിൽ 3B. അപ്പൊ ഞങ്ങൾ 3Bയിലാണ് ഞങ്ങൾ എഗ്രി ചെയ്തത്. 3A പുഴുപ്പള്ളി പള്ളിപ്പുറം 3Bയിലാണ്, അല്ല സോറി 3Aയിലാണ്. ഇവിടെ നായരമ്പലം ഞാറക്കൽ ഇളങ്ങുന്നപ്പോഴ CRZ 2 എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അതായത് ഡെവലപ്ഡ് ഏരിയാസ് ആണ് CRZ 2 എന്ന് പറയുന്നത്. അപ്പൊ ഈ നിയമത്തിന്റെ ഫസ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ബേസ്ഡ് ഓൺ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് വൈപ്പിങ്കര എന്ന് പറയുന്ന ഒരു ഒറ്റ ദ്വീപില് 3 രീതിയിലാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടന്നിരിക്കുന്നത്. ഈ വിഭജിക്കുന്നത് ആദ്യത്തെ 3 പഞ്ചായത്തിലും കടലും പുഴയുടെയും ഈ പറയുന്ന വേലിയേറ്റത്തിന്റെ സാമീപ്യം കുറവായിരിക്കും എന്നാണ്. നായരമ്പലം, ഞാറക്കല്, ഇളകുന്നപ്പുഴ എല്ലാം സിമിലർ ആയിട്ടുള്ള പഞ്ചായത്തുകളാണ്. എടവനക്കാട് വരുമ്പോ 3B, അതായത് ഞങ്ങൾ 200 മീറ്റർ കടലോരത്ത് നിന്ന് മാറി താമസിക്കണം. ആ സൈഡിൽ നിന്ന് ഞങ്ങൾ 50 മീറ്റർ നീങ്ങി താമസിക്കണം. അതും ചെമ്മിക്കെട്ടിന്റെ അടുത്ത് താമസിക്കാൻ പാടില്ല, കൃഷിപ്പാടത്തിന്റെ അടുത്ത് താമസിക്കാൻ പാടില്ല. ഇനി പള്ളിപ്പുറം ഉഴുപ്പുള്ളി ആകുമ്പോൾ 3Aയിൽ പെടും. അവർക്ക് ചുറ്റിലും 50 മീറ്റർ എന്നാണ്. കടലായാലും പുഴയായാലും തോടായാലും എല്ലായാലും 50 മീറ്റർ. അപ്പൊ ടോട്ടൽ മാപ്പ് പ്രസിദ്ധീകരിച്ചപ്പോ പള്ളിപ്പുറവും കുഴുപ്പുള്ളിയും ഏകദേശം നല്ല രീതിയിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. എടവനക്കാട് പഞ്ചായത്തിനെ വളരെ മോശമായിട്ടാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 6 സ്പോട്ടുകളിൽ 2 മാത്രം ശരിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള 4 സ്പോട്ടുകളും ആസിറ്റീസ് കിടക്കുകയാണ്. ഈ തൂമ്പെന്നുള്ള ആനുകൂല്യം പോലും കിട്ടാത്ത രീതിയിൽ കിടക്കുകയാണ്. ഇനി ഇത് കൂടാണ്ട് 3 എന്ന വിഭാഗത്തിൽ പുതിയ നിയമത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് നോ കൺസ്ട്രക്ഷൻ ഷാൾ ബി അലൗഡ് ഇൻ ദ നോ ഡെവലപ്മെന്റ് സോൺ. നിർമ്മാണ നിരോധന മേഖല ഒന്നും അനുവദിക്കില്ല. എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ശുചിത്വ മാർഗങ്ങൾ പാലിച്ചുകൊണ്ടും CRZ ആണെങ്കിൽ പോലും തദ്ദേശവാസികൾക്ക് കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിന് കൺസ്ട്രക്ഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ നൽകാമെന്ന് 3നെ പറ്റി എഴുതിയിട്ടുണ്ട്. അത് ഇവർ മലയാളീകരിച്ചപ്പോൾ അവർ എഴുതി വെച്ചത്, മലയാളത്തിൽ എഴുതി 5 പേജിൽ എഴുതി വെച്ചിരിക്കുന്നത് CRZ 3Bയിൽ കടലോരത്ത് താമസിക്കുന്ന, കടലോരത്ത് 200 മീറ്റർ താമസിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമായിട്ട് ആനുകൂല്യം ചുരുക്കിയെഴുതി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. 3 വിഭാഗത്തിൽ 3 പറയുമ്പോൾ 3Aയും പെടും, Bയും പെടും. ഈ വിഭാഗത്തിൽ എല്ലാവർക്കും കിട്ടേണ്ട ഒരു ആനുകൂല്യമാണ്. അതായത് പരമ്പരാഗതമായിട്ട് നമ്മൾ തലമുറകളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അവർക്ക് ആർക്ക് വേണമെങ്കിലും വീട് കൊടുക്കാം. നിർമ്മാണവും പുനർനിർമ്മാണവും അപ് ടു 300 സ്ക്വയർ ഫീറ്റ് 3000 സ്ക്വയർ ഫീറ്റ് വരെ പഞ്ചായത്തുകൾക്ക് കൊടുക്കാമെന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അത് തർജ്ജമ ചെയ്ത് മലയാളത്തിലോട്ട് വരുമ്പോ അത് ഓട്ടോമാറ്റിക്കലി കടലിന്റെ അടുത്ത് 200 മീറ്റർ ഭാഗത്ത് മാത്രം താമസിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളി എന്ന് പറയും. അവർക്ക് മാത്രമായിട്ട് അത് ചുരുക്കുമ്പോൾ എത്രയോ ആളുകൾ ഇപ്പൊ CRZ റിലാക്സേഷൻ വരും, നമുക്ക് ഇളവുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. എത്രയോ പേര് PMAയിൽ പേര് വന്നിട്ട് ഈ CRZ മാറാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അഫക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരുടെ വീട് കൂരകളാണ്. പിന്നെ സംബന്ധിച്ച് ഇവർക്ക് ഒരു ബാങ്ക് ലോൺ കിട്ടില്ല. സ്വന്തമായിട്ടൊരു വീട് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ ആധാരം കാണിച്ചു കഴിഞ്ഞാൽ ലോൺ കിട്ടൂല. അപ്പൊ നമ്മുടെ തോടിന്റെ ഇപ്പൊ ഈ തോടുകളുടെ അടുത്ത് താമസിക്കുന്നവർക്ക് ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ CRZ 3നെ പറ്റി ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഒരു ഒറ്റ വാക്ക് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് അവര് പരമ്പരാഗതമായിട്ട് താമസിക്കണം. പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ജനകീയ സമരസമിതി എടവനക്കാട് നമ്മളിപ്പോൾ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യം വെച്ചാൽ നമ്മൾ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഒരു സമരം നമ്മൾ നടത്തിയിരുന്നു എടവനക്കാട്. അപ്പം അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ വിഷയങ്ങളും വെച്ചാൽ 4 വിഷയങ്ങളാണ് ഇപ്പം നമ്മുടെ എടവനക്കാട് അഭിമുഖീകരിക്കുന്നത്. പ്രധാനപ്പെട്ടത് കടൽക്ഷോഭം, അതുപോലെ തന്നെ വേലിയേറ്റ വെള്ളപ്പൊക്കം, കുടിവെള്ളക്ഷാമം, പിന്നെ CRZ. അങ്ങനെ 4 വിഷയങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് അഭിമുഖീകരിക്കുന്നത്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു നമ്മുടെ കടൽക്ഷോഭം. ആ കടൽക്ഷോഭം നമ്മൾ 2024 ജൂലൈ 24-ാം തീയതി നമ്മളൊരു ശക്തമായൊരു പ്രക്ഷോഭം നമ്മൾ നടത്തിയിരുന്നു. അതിന്റെ തുടർ സമരങ്ങൾ ഇങ്ങനെ ഇപ്പൊ മാധ്യമപ്രവർത്തകരെല്ലാവരും അത് വാർത്തകൾ കൊടുത്തിട്ടുള്ളതാണ്. അതിന്റെ ഫലമായി നമുക്കിപ്പോൾ അത് ജിഡയിൽ നിന്നും ഒരു 35 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ബാക്കി ഒരു 20 കോടി ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും പാസ്സാക്കാനുള്ള എല്ലാ നടപടികളും ജില്ലാ കളക്ടറിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പൊ നമ്മുടെ ഒരു വേലിയേറ്റ വെള്ളപ്പൊക്ക രൂക്ഷമെങ്കിൽ 2018 പ്രളയത്തിന് ശേഷം നമ്മുടെ വീരമ്പുഴയിൽ അടിഞ്ഞുകൂടിയ എക്കല് കൊണ്ട് അത് അതിന്റെ ദുരന്തം ശരിക്കും പറഞ്ഞാൽ വൈപ്പിങ്കര മൊത്തം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് നമ്മൾ ജനകീയ സമരസമിതി അത് ഏറ്റെടുത്തത്. അപ്പൊ അതൊരു പ്രതീകാത്മകമായിട്ടൊരു എക്കൽ വാറ്റ് സമരം നമ്മൾ 11-ാം തീയതി ഞായറാഴ്ച നമ്മൾ 10 മണിക്ക് നമ്മൾ നടത്തുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനമായിട്ട് നമ്മൾ നമ്മുടെ NM പിയേഴ്സൺ മാസ്റ്ററാണ് അതിന്റെ ഉദ്ഘാടനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കുടിവെള്ള വിഷയം
ഭയങ്കര ഇടവനക്കാട് അതിരൂക്ഷമാണ്. 1-ാം വാർഡും 13-ാം വാർഡും അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടും കുടിവെള്ളക്ഷാമം നമുക്ക് ഇതുവരെയും പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിനൊരു ശാശ്വതമായ പരിഹാരം നമുക്കതിന് കാണണം. അതുപോലെ തന്നെ CRZ വിഷയം, അങ്ങനെ ഈ 4 വിഷയങ്ങളാണ് നമ്മൾ ഊന്നൽ കൊടുത്തേക്കുന്നത് ഈ ഇടവനക്കാട് ഈ ജനകീയ സമരസമിതി. അപ്പൊ ആ 4 വിഷയങ്ങളിലും നമ്മൾ എന്നാലും ശക്തമായിട്ടുള്ളൊരു സമര പരിപാടികളായിട്ടാണ് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഒരു വാർത്താ സമ്മേളനം നമ്മൾ വിളിച്ചു കൂട്ടിയത്. അപ്പൊ അതിൽ നമ്മുടെ ഈ മാധ്യമപ്രവർത്തകരെല്ലാവരുടെയും സഹകരണം കാരണം സഹകരണം നമുക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് തുടർന്നുള്ള സമര പരിപാടികളിൽ സഹകരണം ഉണ്ടാവണമെന്ന് ഒരിക്കൽ പ്രിയപ്പെട്ടവര്, ഇടവനക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സാധാരണ ജനങ്ങളുടെ നേരിടുന്ന പ്രശ്നങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അത് അവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി സമരങ്ങൾ മൂലം, അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ ഉള്ള പേപ്പർ വർക്കുകൾ, സമരത്തോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിലുള്ള പേപ്പർ വർക്കുകൾ അതാത് ഏജൻസികളെ കണ്ട് അതിൻ്റെ നടക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആരായുകയും അത് ജനപ്രതിനിധികൾക്ക് കൊടുക്കുകയും ആ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നടന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഇത്ര പെട്ടെന്ന് ഒരു വർഷം ഒരാൾ വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് ഇടവനക്കാട് മാത്രം, പല കേന്ദ്രങ്ങളിൽ നിന്നും ഇടവനക്കാട് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുവന്ന ഒരു പ്രഖ്യാപനം വന്നപ്പോൾ പലർക്കും വിമർശനമൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം ഇടവനക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇടവനക്കാട് ഉള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുന്നിൽ വയ്ക്കുക, അതിന് പരിഹാരം കാണുക എന്നുള്ള. അങ്ങനെയാണ് ജിഡയിൽ നിന്നും ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച് തന്നെ, ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച് തന്നെയാണ്. പക്ഷേ അതിൻ്റെ മുന്നിൽ ചേർത്ത് പിടിച്ച് MLA ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞ എൻ്റെ വെളിച്ചത്തിലാണ് MLA ചേർത്ത് പിടിച്ചു, ജനപ്രതിനിധികളെ ചേർത്ത് പിടിച്ചു, MPA അടക്കം ചേർത്ത് പിടിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് അത് ജിഡയിൽ നിന്നൊരു 35 ലക്ഷം രൂപ നമുക്ക് കിട്ടുകയും അതിൻ്റെ ഓർഡർ ആവുകയും ബാക്കിയുള്ള തുകയ്ക്ക് പരിഹാരം കാണുകയും ചെയ്തു. ഏതാണ്ട് ഒരു ലേലം, ഒരു ഓപ്ഷൻ, പിന്നെ അതിൻ്റെ ടെൻഡർ നടപടികൾ വന്നാൽ അത് നടപ്പിലാകും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക്. അന്ന് തന്നെ വെച്ച് 4 ആവശ്യങ്ങൾ, 2-3 ആവശ്യങ്ങളാണ് വന്നത്. എക്കല് നമുക്ക് എല്ലാ മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്ന പോലെ പല പ്രാവശ്യവും പല രീതിയിൽ മനോരമയൊക്കെ ഒരുപാട് പല പ്രാവശ്യമൊക്കെ അതിൻ്റെ ഇത് ചെയ്തിട്ടുള്ളതാണ്. വീരമ്പുഴ, അതായത് പ്രത്യേകിച്ച് ചാത്തനാട്, ഇടവനക്കാട് എന്ന് കയറുന്ന ചാത്തനാട് എനിക്കറിയാവുന്ന, ഞാൻ 10-15-20 വർഷത്തിന് മുമ്പൊക്കെ അവിടെ വള്ളങ്ങളിലും മഞ്ചുകളിലൊക്കെ പോടുള്ളതാണ്. 2 ആൾ 3 ആൾ താഴ്ച ഉണ്ടായ സ്ഥലം ഇന്ന് മുട്ടുകാലിൽ നീന്താം. അതിൻ്റെ പറ്റ വരെ ഞാൻ എൻ്റെ ആ മെഷീൻ കൊണ്ട് വാഹിനിയുടെ ഇതിൽ തോട് താത്തിയാണ്. അപ്പോഴുടെ കവാടത്തിൽ തന്നെ നിറഞ്ഞു കിടക്കും. ഇത് നമ്മൾ ജനപ്രതിനിധികൾ അറിയിക്കുകയും ബന്ധപ്പെട്ട് അറിയിക്കുകയും അവർ ഭാരിച്ച ഒരു എമൗണ്ട് പിന്നെ നിക്ഷേപിക്കാൻ സ്ഥലമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയല്ല. അവർ പല രീതിയിലൊക്കെ നീങ്ങണ്ടില്ലെന്നും പറയാൻ പറ്റില്ല, പക്ഷേ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നീറുന്ന പ്രശ്നം വെച്ചാൽ ഈ വെള്ളപ്പൊക്കവും. പണ്ട് കാലങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെയുള്ള 1-2 പ്രാവശ്യമല്ല ഈ വേലിയേറ്റം, നിരന്തരം ഏതാണ്ട് ഒരു കൊല്ലം മുഴുവൻ. ഇപ്പോഴൊക്കെ അറിയാം, ഞാനെനിക്ക് വർക്ക് നടത്തിക്കൊണ്ടാണ്, വർക്ക് നടത്താൻ പറ്റുന്നില്ല. റോഡ് നിറച്ച് വെള്ളവും, ജനങ്ങൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്. കിഴക്ക് ഭാഗത്ത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് 500 മീറ്റർ 500 കിഴക്കും പടിഞ്ഞാട്ടും മാറി ജനങ്ങൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്. വീടുകളിലെ വെള്ളം. ഞാൻ ഇടവനക്കാട് പള്ളിയുടെ പ്രദക്ഷിണമായിട്ട് പോയ പടിഞ്ഞാറക്കരയിൽ ചെന്നപ്പോൾ വീടുകളിൽ ഈ പാത്രങ്ങൾ കിടന്ന് ഒഴുകി മുറികളിൽ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇതിന് ഒരു പരിഹാരം നമ്മൾ കാണേണ്ടത് അത്യന്താപേക്ഷിതം. അതിന് മുറവിളി അല്ലാണ്ട്, മുറവിളി കൂട്ടിയാലേ ഈ കരയുന്ന കുഞ്ഞിനെ പാല് കൊടുക്കും എന്നുള്ള ലെവലിൽ നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ അവർ ജനപ്രതിനിധികളതിന് തയ്യാറാവും. അവർ വേണ്ടടുത്ത് അത് പ്രയോഗിക്കുമ്പോൾ അതിന് നിർബന്ധിതരാവും. ഇപ്പോൾ ജില്ലയിൽ നിന്ന് കിട്ടുന്ന ഒരാളും പെട്ടെന്ന് പ്രതീക്ഷിച്ചല്ല 10-15. പക്ഷെ നിരന്തരമായി വേറെ മാർഗമില്ലാണ്ടൊന്നപ്പോഴാണ് ചോദിച്ചത് എന്ന് പറഞ്ഞ പോലെ ഇതിനൊരു പരിഹാരം കാണാൻ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് നല്ല സഹകരണം എല്ലാത്തിനും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകുന്ന വിശ്വാസമുണ്ട്. പക്ഷേ ഒരു പത്രസമ്മേളനം മൂലം നിങ്ങളെല്ലാവരും അറിയിക്കണമെന്ന് സമരസമിതി ഏകാന്തമായിട്ട് തീരുമാനിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഇവിടെ ഇതിങ്ങനെ കൂടിയേക്കുന്നത്. ഞങ്ങളൊരു 3 മാസത്തിന് മുമ്പ് ഇത് അവിടെ എല്ലാം പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ MLA പറഞ്ഞു പരിഹാരം കാണാം, തൽക്കാല സമരം മാറ്റിവെക്കാൻ പറഞ്ഞു, മാറ്റിവെച്ചു. പക്ഷേ ഒരു തുടർ നടപടികൾ നടക്കുന്നുണ്ട്, പക്ഷേ വേഗത്തിൽ നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. എത്രയും വേഗം ഇതിന് പരിഹാരം കാണും.